എറണാകുളം ബ്രോഡ്വേയിൽ വൻ തീപിടുത്തമുണ്ടായി. 12 കടകൾ കത്തിനശിച്ചു. ശ്രീധർ തിയേറ്ററിന് സമീപത്തെ കടകളിലാണ് തീപിടുത്തമുണ്ടായത്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഏകദേശം 1:30 ഇവിടുന്ന് ചേംബറിൻ്റെ ആൾക്കാരെല്ലാം വിളിച്ചത്. തീർച്ചയായിട്ടും അപ്പം തന്നെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. പോലീസുമായിട്ട് സംസാരിച്ചപ്പോഴും തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ആളപായങ്ങളൊന്നും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയപ്പോഴും വേറെ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതെന്താണെന്ന് അറിയേണ്ടതുണ്ട്. അത് അറിഞ്ഞിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. മേയറുമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ബ്രോഡ്വേയിലുള്ള ഷൺമുഖ റോഡിലുള്ള ഈ കോളിത്തറ ബസാർ എന്ന ഈ ഒരു കെട്ടിട സമുച്ചയത്തിലാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 12 തന്നെ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. 12 തീപിടുത്തമുണ്ടായ ഈ ഒരു കെട്ടിടത്തിൽ ഏതാണ്ട് ഒരു 4 മണിയോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചത്. എന്തായാലും ഇന്നലെ രാത്രി ഈ ഒരു തീപിടുത്തമുണ്ടായ സമയത്ത് അധികം ആളുകളൊന്നും തന്നെ ഇല്ലാത്തത് വലിയൊരു അപകടം വഴിമാറി എന്ന് തന്നെ പറയാം. ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്ന ഈ ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതാണ് ഇവിടുത്തെ വ്യാപാരികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇവിടെ ഈ മറ്റ് കടകളുടെ ഒക്കെ തന്നെ ഈ അവശിഷ്ടങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ കൂട്ടിയിട്ട അവശിഷ്ടത്തിൽ നിന്നാണ് ഇന്നലെ തീ പടർന്നതും മറ്റ് കെട്ടിടത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ഒരു മാലിന്യ കൂമ്പാരം തൊട്ട് സമീപത്തായിട്ട് ഒരു കടയുടെ ഉൾവശമാണ്. അങ്ങോട്ടേക്ക് തീ പടരുകയായിരുന്നു. പിന്നീട് അത് മറ്റ് കടകളിലേക്ക്, അതായത് ഏതാണ്ട് 12ഓളം കടകളിലേക്ക് തീ പടരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഇവിടുത്തെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഫയർഫോഴ്സിനെ അറിയിക്കുകയും പിന്നീട് ഫയർഫോഴ്സ് ഇവിടെ എത്തിയാണ് തീ അണച്ചത്. ഗാന്ധിനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ 8 യൂണിറ്റിലെ ഫയർഫോഴ്സാണ് ഇവിടെ എത്തി തീ അടച്ചത്. അത്തരത്തിൽ ചെട്ടിപ്പുഴ മാലിന്യ കൂമ്പാരം ഏതാണ് മല്ലികുമാരം ഇവിടെ പുതിയ ബിൽഡിംഗ് പണിയുണ്ട്. അപ്പൊ അതിന്റെ ആയിരിക്കാൻ അത് കൂടുതൽ അവശിഷ്ടമാണ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അതായിരിക്കാം. ഈ പുക പൂർണ്ണമായും മാറിയിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കാരണം ഈ പുക പൂർണ്ണമായി മാറിയിട്ടില്ല. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. കാരണം 12 തീപിടുത്തം ഉണ്ടായി. അതിനുശേഷം ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഈ ഫയർഫോഴ്സ് ഒക്കെ എത്തി ഇവിടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. ആ നിലയിലൊരു തീപിടുത്തമുണ്ടായി. പക്ഷേ ആശ്വാസകരമായ കാര്യം മറ്റ് കടകളിലേക്ക് വ്യാപിച്ചെങ്കിലും കൂടുതൽ ആളുകൾക്കൊന്നും തന്നെ ഇതിൽ അപകടം സംഭവിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് ബ്രോഡ്വേ. നമുക്കറിയാം, ക്രിസ്മസ് ദിനത്തിലൊക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടിരുന്നു. ബ്രോഡ്വേയിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഏതാണ്ട് പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെ ഒരു തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. കടയടക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ ആഘോഷത്തിനൊക്കെ ഈ കൊച്ചി പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട തിരക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബ്രോഡ്വേ. ഈ കടകൾ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം. ആദ്യം ഈ കടയിൽ തീപിടുത്തമുണ്ടായി, പിന്നീട് മറ്റു കടലിലേക്ക് പടരുകയാണ് ചെയ്തത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നത് ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ കാഷ്വാലിറ്റീസും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായി എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ വ്യാപാരികളൊക്കെ തന്നെ പറയുന്നത്. ഇതൊരു അനധികൃതമായി നിർമ്മിച്ച ഒരു കെട്ടിടത്തിന്റെ ഭാഗമാണെന്നാണ് ഇപ്പോൾ പൊതുവെ ഇവിടുത്തെ വ്യാപാരികളൊക്കെ തന്നെ അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്.